വെൽക്കം ടു PSC ലേൺ പ്ലസ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും? ഇവിടെ നോക്കാം, ഒരു പോസ്റ്റിനെയാണ് തരണം ചെയ്യുന്നത്. അപ്പം നമ്മൾ വലിയ മൈൻഡൊന്നും ആക്കണ്ട. ഇനി അഥവാ ഒരു പാലത്തിനാണെന്നെങ്കിൽ പാലത്തിൻ്റെ നീളവും തീവണ്ടിയുടെ നീളവും കൂടിയും ആഡ് ചെയ്തിട്ട് വേണമായിരുന്നു ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സമയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സമയം കാണാൻ നീളം ബൈ, അതായത് നീളം അല്ലെങ്കിൽ ഇവിടെ നീളമാണ് തന്നിട്ടുള്ളത്, നീളം അല്ലെങ്കിൽ ദൂരം ബൈ ശരാശരി വേഗത ചെയ്താൽ മതി. ഓക്കെ, നീളം അല്ലെങ്കിൽ ദൂരം ബൈ ശരാശരി വേഗത. ഇവിടെ തീവണ്ടിയുടെ നീളമാണ് തന്നിട്ടുള്ളത്, അത് എത്രയാണ്? 225 മീറ്റർ ആണ്. പിന്നെ ശരാശരി വേഗത എത്രയാണ്? 54 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് കിടക്കുന്നത്. നമ്മുടെ ആൻസർ സെക്കൻഡിലാണ് വരുന്നത്. അതുപോലെ ട്രെയിനിൻ്റെ നീളം മീറ്ററിലാണുള്ളത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഈ 54നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 54 മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? 54 ഇൻറ്റു എത്ര മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം എത്ര മീറ്റർ ചേർന്നാലാണ് ഒരു കിലോമീറ്റർ ആവുക? അതെല്ലാവർക്കും 1000 മീറ്റർ ചേർന്നാലാണ് എന്ത് ഒരു കിലോമീറ്റർ ആവുക. അപ്പോൾ 54 ആദ്യം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പെർ ഹവർ അല്ലേ, അപ്പോൾ നമ്മൾ ബൈ ഇടുക. ഹവർ സെക്കൻഡ് അല്ലേ, ഹവറിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ എത്രനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്കറിയാം 60 സെക്കൻഡ് ചേർന്നാലാണ് ഒരു മിനിറ്റ് ആവുക. വീണ്ടും 60 മിനിറ്റ് ചേർന്നാലാണ് ഒരു ഹവർ ആവുക. ഇപ്പോൾ ഈ ഹവറിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എത്രയാണ്? 260 കഴിയണം അല്ല, എന്നാലേ ഹവർ സെക്കൻഡിലേക്ക് എത്തുള്ളൂ. അപ്പം 60 × 60 ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 54നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ നോക്കാം, 54 ഇൻറ്റു ഇതൊന്ന് കട്ട് ചെയ്ത് പോക്കാം. ഈ 0 കട്ടാക്കി, ഈ 0 കട്ട് ചെയ്തു. ഇവിടെ 6 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. 10ഉം 6ഉം കട്ട് ചെയ്തൂടെ? 2ൻ്റെ ടേബിളിൽ 10 5 പ്രാവശ്യം പോവും, 6 3 പ്രാവശ്യം പോവും. അതായത് 54 ഇൻറ്റു 5/3 6 18. അപ്പോൾ എങ്ങനെയായി? നമ്മുടെ കിലോമീറ്റർ പെർ ഹവറിനെ കൺവേർട്ട് ചെയ്തപ്പോൾ 54 ഇൻറ്റു 5/18 എന്നായി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് പോകാം. സമയം കാണാനുള്ള ഇക്വേഷനാണ് നീളം അല്ലെങ്കിൽ ദൂരം ബൈ ശരാശരി വേഗത. അപ്പോൾ ഇവിടെ നീളമാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 225 ബൈ ശരാശരി വേഗത എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയായി? 54 ഇൻറ്റു 5/18. ഈ 5/18നെ നമുക്ക് 18 54 വീണ്ടും കട്ട് ചെയ്യാമല്ലോ. 18 ഇൻറ്റു 3 ചെയ്താൽ എത്ര കിട്ടും നോക്കിയേ. 18 ഇൻറ്റു 3 3 8 24 4 ബാക്കി 2 ഒരു 3 3 2 5 54 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് 54 കട്ട് ചെയ്തിട്ട് 3 എഴുതാം, 18 കട്ട് ചെയ്തിട്ട് 1 എഴുതാം. അപ്പോൾ അടിയിൽ എത്രയായി? മുകളിൽ 225, മുകളിലത്തെ 225 അങ്ങനെ തന്നെ എഴുതി. താഴെ 54 ഉള്ളത് 3 ആയി. 3 ഇൻറ്റു 5 എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. 3 ഇൻറ്റു 5 എത്രയായി? 15. ഇത് നമുക്ക് വീണ്ടും കട്ട് ചെയ്യാമല്ലോ. 15ഉം 225 അല്ലേ. 15 5യുടെ ടേബിളിൽ 15 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം. 225 എത്ര പ്രാവശ്യം പോവും? അപ്പോൾ ആദ്യം 22 എടുക്കുക. 22ൽ 5 എത്ര പ്രാവശ്യം പോകും നോക്കാം. 4 5 ആണ് 20, ബാക്കി 2 22ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 ബാലൻസ്. ഈ 2 നമുക്ക് ഇവിടെ ചെറുതാക്കി എഴുതാം. 25ആയി. 25ൽ 5 എത്ര പ്രാവശ്യം പോവും? 5. 45/3 നീട്ടി. വീണ്ടും കട്ട് ചെയ്യാമല്ലോ. 3ൻ്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. 3 ടേബിളിൽ 3 ഒരു പ്രാവശ്യം. 45ൽ 3 എത്ര പ്രാവശ്യം പോകും നോക്കാം. 4ൽ 3 ഒരു പ്രാവശ്യം, 1 ബാലൻസ്. ഈ 15ആയി. 15ൽ 3 5 പ്രാവശ്യം. അപ്പോൾ എന്താണ് ആൻസർ? 15 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.